അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഫിസിക്കൽ ക്ലാസിഫിക്കേഷനാണ്. ബേസ്ഡ് ഓൺ ജനറൽ സ്ട്രക്ചർ അനുസരിച്ച് നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാമെന്നാണ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ പറയുന്നത്. സ്ട്രാറ്റിഫൈഡ്, അൺസ്ട്രാറ്റിഫൈഡ് ആൻഡ് ഫോളിയേറ്റഡ് റോക്ക് എന്നിങ്ങനെ 3 ടൈപ്പ് നമുക്ക് പറയാൻ പറ്റും. അതിൽ തന്നെ സ്ട്രാറ്റിഫൈഡ് എന്ന് വെച്ചാൽ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ ഒരു ക്ലീവേജ് അതിൽ കാണും, പ്ലെയിൻ ഓഫ് ക്ലീവേജ് കാണും. അതിൽ കൂടി നമുക്ക് ഈസിലി നമുക്ക് ആ റോക്കിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനെയാണ് സ്ട്രാറ്റിഫൈഡ് റോക്ക് എന്ന് പറയുന്നത്. അൺസ്ട്രാറ്റിഫൈഡ് റോക്ക് എന്ന് വെച്ചാൽ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അൺസ്ട്രാറ്റിഫൈഡ് റോക്ക് എന്ന് പറയുന്നു. ഈ അൺസ്ട്രാറ്റിഫൈഡ് റോക്കിന് ക്രിസ്റ്റലൈൻ ഓർ കോമ്പാക്റ്റ് ഗ്രാനുലർ സ്ട്രക്ചർ ആയിരിക്കും ഉള്ളത്. ഇത് നമുക്ക് എക്സാമ്പിളായിട്ട് ഇഗ്നീഷ്യസ് റോക്സ് ഓഫ് വോൾഗാനിക് ഏജൻസീസിലുള്ള ഗ്രാനൈറ്റൊക്കെ നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെ മാർബിളും നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. മാർബിൾ എന്ന് പറഞ്ഞാൽ മെറ്റാമോർഫിക് റോക്ക് ആണെങ്കിൽ പോലും അതൊരു അൺസ്ട്രാറ്റിഫൈഡ് റോക്ക് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. അതുപോലെ തന്നെ ഫോളിയേറ്റഡ് റോക്സ് എന്ന് വെച്ചാൽ ഇതൊരു ടെൻഡൻസി ടു സ്പ്ലിറ്റ് ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ ഓൺലി. ഒരു ഡെഫിനിറ്റ് ഡയറക്ഷനിൽ നമുക്ക് അതിന് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണുന്നു. മെറ്റാമോർഫിക് റോക്ക് ഇതിനൊരു എക്സാമ്പിളാണ്.